നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു അടിപൊളി ഡ്രസ്സുണ്ട്. കുറേ ആയി വിചാരിക്കുന്നു ഒത്തിരി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ആ ഡ്രസ്സ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കണമെന്ന്. പിന്നെ എനിക്കറിയാം കുറേ പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമില്ലാന്ന്, പക്ഷേ ഇത് എൻ്റെ വയറ്റിപ്പഴപ്പാണ്, അതുകൊണ്ട് വേറെ ഒന്നും പറയരുത്. പിന്നെ ഇപ്പോൾ ആമസോണിലെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുന്നുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നല്ല ഡീൽസൊക്കെ നല്ല ബ്രാൻഡ്സിന്, ടോപ്പ് ബ്രാൻഡ്സിനൊക്കെ അത്യാവശ്യം നല്ല ഡീൽസിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടും. അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷേ ഞാനിതുവരെ ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്. പുറത്ത് പോകുമ്പം ഈ ഒരു കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറല്ല, പക്ഷേ ഇത് ചില എന്താ പറയുക, എനിക്കിത് ഈ കളറ് ഫേസ് നല്ല ഭംഗിയായിട്ട് ഇരിക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഹൈഡ്രോണിക് ആസിഡ് സിറം എടുത്തിട്ട് മുഖത്തിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യണ സിറാണ് കേട്ടോ, ഫോക്സ്റ്റൈലിൻ്റെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കൊരു 30+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ സിറം യൂസ് ചെയ്യുന്ന നല്ലതാണ്. പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഗ്ലോ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് നമുക്ക് മുഖത്ത് തിളക്കം വരാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫേസ് നല്ല തിളങ്ങിയിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ ഇവിടെ ചെറുതായിട്ടൊരു ഗ്ലോ വരുന്നത്. അടിപൊളി മോയ്സ്ചറൈസറാട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഫോക്സ്റ്റൈലിൻ്റെ തന്നെ ഓയിൽ കൺട്രോൾ മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലുണ്ട്. അതിന് അത്ര ഗ്ലോ ഇല്ല, പക്ഷേ ഇത് അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫൗണ്ടേഷൻ, നമ്മൾ ഒരു എന്താ പറയുക, ഈ ഡ്രസ്സ് കുറച്ച് നല്ല അടിപൊളി ഡ്രസ്സ് ആയതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ മേക്കപ്പ് ചെയ്യണം. ഇത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്, 220 ആണ് എൻ്റെ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ഡാർക്കാണ് ഈ ഷെയ്ഡ്, പക്ഷേ കുഴപ്പമില്ല. അത് വെച്ചാൽ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരുപാട് പൊട്ടിയിട്ട പോലെ തോന്നില്ല. ഇത്തിരി ഡാർക്കായി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്രഷൊക്കെ വെച്ചിട്ടാണ് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണിൻ്റെ അടിയിലും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സെറ്റ് ആവാനുള്ള നേരം കൊണ്ട് ഐബ്രോസ് വേഗം എഴുതി കൊടുത്തു. അതിനുശേഷം കണ്ണിൻ്റെ അടിയിലും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരാഴ്ച നല്ല രീതിക്ക് വയ്യാണ്ടൊക്കെ കിട്ടുന്ന കാരണം കൊണ്ട് തന്നെ ഡാർക്ക് സർക്കിളൊക്കെ വീണ്ടും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സിൻ്റെ അതേ മാച്ചുള്ള ഐ ഷാഡോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കൊല്ലത്തിൽ ഒരിക്കലൊക്കെയാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ എഴുതാറ്, കാരണം ഇത് പോകാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് തന്നെ. അപ്പോൾ ഇന്നെന്തായാലും കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെറുതെ എഴുതി കൊടുക്കില്ല കേട്ടോ, എനിക്കിങ്ങനെ കുറച്ച് കട്ടിക്ക് എഴുതുന്നതാണ്, കണ്ണ് എഴുതുമ്പം ഇത്തിരി കട്ടിക്ക് എഴുതുന്നതാണ് ഇഷ്ടം. പിന്നെ മുകളിൽ ഞാൻ ഐലൈനർ വളരെ കുറച്ച് ഇടുള്ളൂ കേട്ടോ. അപ്പം ഇതേപോലെ പകുതി മാത്രമേ തന്നെ ഞാൻ ഇടാറുള്ളൂ, ഫുൾ ഐലൈനർ യൂസ് ചെയ്യാറില്ല. അതിനുശേഷം ഞാൻ രണ്ട് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഷെയ്ഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മാമരത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് അതിൽ ഒരെണ്ണം, അത് തന്നെയാണ് ഞാൻ ബ്ലഷിന് പകരം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ മേക്കപ്പ്. പിന്നെ എൻ്റെ കമ്മൽ, ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊട്ടക്കമ്മലാട്ടോ, നിറയെ കല്ലൊക്കെ ആയിട്ട്. ഇത് കുറേ കാലം മുന്നേ എനിക്കെന്നെ ഭർത്താവ് വാങ്ങി തന്ന കമ്മലായിരുന്നു, ഏതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര കനാണ്, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. അപ്പോൾ ഈ ഡ്രസ്സിന് നല്ല മാച്ചാവും തോന്നി, അപ്പോൾ ഞാനത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഒരു പൊട്ടും കൂടി ലാസ്റ്റ് വെച്ചു കേട്ടോ, അതെന്തായാലും ഞാനിപ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും കാണാം. ടാറ്റാ.